ഹായ് ഫ്രണ്ട്സ്, PS ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുത്ത ദിവസങ്ങളിലൊക്കെ UPSC അതുപോലെ തന്നെ LPSC എക്സാമുകൾക്കൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മാതൃകാ പരീക്ഷയാണ്. 100 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി. ഓപ്ഷൻ ഡി ബാരിസ്റ്റർ GP പിള്ള. ചുവടെ തന്നിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി പ്രത്യക്ഷ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ചുവടെ തന്നിരിക്കുന്നവയിൽ ഭൗതിക മാറ്റത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഭൗതിക മാറ്റത്തിൻ്റെ സവിശേഷത അല്ലാത്തത്. ഓപ്ഷൻ ഡി ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണം എന്ത് തരം പ്രവർത്തനമാണ്? പ്രകാശ സംശ്ലേഷണം എന്ത് തരം പ്രവർത്തനമാണ്? ഓപ്ഷൻ സി പ്രകാശരാസപ്രവർത്തനം. കെട്ട്യോട്ട് രാജ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി. കെട്ട്യോട്ട് രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി. ഉത്തരം ഓപ്ഷൻ സി പഴശ്ശിരാജ. കരിഞ്ചന്ത എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ. കരിഞ്ചന്ത എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. ക്യൂണിഫോം എഴുത്തുവിദ്യ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിഫോം എഴുത്തുവിദ്യ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഏത് ആകാശഗോളത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടതാണ് നാസയുടെ ക്ലിപ്പർ പേടകം? ക്ലിപ്പർ പേടകം ഏത് ആകാശഗോളത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി യൂറോപ്പ. അടുത്ത ചോദ്യം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നതിന് കാരണം? ഉത്തരം ഓപ്ഷൻ ബി അപവർത്തനം. ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് വരുന്ന മാറ്റം? ഓപ്ഷൻ എ പ്രകാശവേഗം കൂടും. അടുത്ത ചോദ്യം, ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി. ടിബറ്റിൽ സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം. ധാതുക്കളുടെ കലവറ. ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. താഴെ കൊടുത്തവയിൽ ഏറ്റവും ചെറിയ ആറ്റം ഏത് മൂലകത്തിൻ്റേതാണ്? ഓപ്ഷൻ ഡി ഫ്ലൂറിൻ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ പെടാത്തത് ആര്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ പെടാത്ത വ്യക്തി. ഓപ്ഷൻ സി കുഞ്ഞിക്കോയ തങ്ങൾ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ഏത്? ഓപ്ഷൻ എ ദുരവസ്ഥ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ ഡി തിരൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി മൊയ്യാരത്ത് ശങ്കരൻ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി? ഉത്തരം ഓപ്ഷൻ ബി
ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകൾ കുത്തിനിറയ്ക്കുന്നതിനാണ് ഇതുവരെ നാം പ്രാധാന്യം നൽകിയത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ എ, ഗാന്ധിജി. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഏത്? ഓപ്ഷൻ ബി, യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ. ഓപ്ഷൻ എ, 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി രക്തദാനത്തിനായി അവധി പ്രഖ്യാപിക്കുന്ന സർവകലാശാല. ഓപ്ഷൻ ഡി, കേരള സർവകലാശാല. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. ഓപ്ഷൻ സി, എസ്.കെ. വസന്തൻ. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം ഇവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കടൽ വെള്ളത്തിൽ പുഴയിലെ വെള്ളത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. താഴെ നൽകിയിട്ടുള്ളവയിൽ നയൽ നദീതീരത്ത് ഉടലെടുത്ത സംസ്കാരം ഏത്? നയൽ നദീതീരത്ത് ഉടലെടുത്ത സംസ്കാരം. ഓപ്ഷൻ സി, ഈജിപ്ഷ്യൻ സംസ്കാരം. അടുത്ത ചോദ്യം, രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്. രാമനാട്ടം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ ബി, കൊട്ടാരക്കര തമ്പുരാൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ അഷ്ടക നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? അഷ്ടക നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി, ന്യൂലാൻഡ്സിൻ്റെ പീരിയോഡിക് ടേബിളിൽ 30 മൂലകങ്ങളുണ്ടായിരുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏത്? ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം. ഉത്തരം ഓപ്ഷൻ സി, യുറേനിയം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയതെന്ന്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം. ഓപ്ഷൻ എ, 1809 ജനുവരി 11. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. ഇന്ത്യയുടെ ധാന്യപ്പുര. ഓപ്ഷൻ ബി, ഉത്തരമഹാസമതലം. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആര്? ഓപ്ഷൻ എ, വി ഹരി നായർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ സ്ഥായി കൂടിയ ശബ്ദം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ചീവീടിൻ്റെ ശബ്ദം. ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ദൂരം സ്ഥാനാന്തരത്തേക്കാൾ കൂടുതലോ തുല്യമോ ആവാം. അടുത്ത ചോദ്യം, പഠന പ്രക്രിയ വൈകാരിക അനുഭവമായി മാറുമ്പോൾ പഠന ആശയം ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. ഇത് ഏത് തരം ഓർമ്മയാണ്? ഓപ്ഷൻ എ, സംഭവപരമായ ഓർമ്മ. താഴെ പറയുന്ന ഏത് മേഖലയോടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രൈമറി സ്കൂളിലെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കാൻ. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി, അനുപൂരണം. ബുദ്ധിസിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹോവാർഡ് ഗാർഡനർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വച്ചത്?
ഓപ്ഷൻ എ ശാരീരിക ചലനാപരമായ ബുദ്ധി. അധ്യാപകൻ ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആര്യയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപകൻ ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആര്യ സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം? ഉത്തരം ഓപ്ഷൻ ബി സമീപസ്ഥ വികാസമണ്ഡലം. താഴെ പറയുന്നവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുമായി ബന്ധമില്ലാത്ത നിയമം ഏതാണ്? ഓപ്ഷൻ സി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. കേരള വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഓപ്ഷൻ ബി 1959 ജൂൺ 1. ഇവയിൽ വ്യക്ത്യാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി തന്നെക്കുറിച്ചുള്ള ബോധം. അടുത്ത ചോദ്യം, നഖം കടിക്കൽ, തലചൊറിയൽ, അക്രമാസക്തി, ഒളിച്ചോട്ടം എന്നിവ ലോവർ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി സ്ഥിരമായി പ്രകടിപ്പിക്കുന്ന ചില സ്വഭാവങ്ങളാണ്. അവനൊരു ഓപ്ഷൻ എ അപസമായോജനമുള്ള കുട്ടിയാണ്. ഒരു ചെടി വളരുന്നതുപോലെ കുട്ടിയും വളരുമെന്നും അധ്യാപകൻ ഒരു തോട്ടക്കാരൻ ചെയ്യും പോലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്ന ചുമതല മാത്രമേ ഉള്ളൂ എന്നും അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകൻ? ഓപ്ഷൻ ബി വിവേകാനന്ദൻ. എറിക് എച്ച് എറിക്സണിൻ്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തപ്രകാരം 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടം ഏത്? ഓപ്ഷൻ ഡി മുൻകൈയെടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം. തന്നിട്ടുള്ളവയിൽ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണത്തിൽ പങ്കില്ലാത്ത ഹോർമോൺ ഏത്? ഓപ്ഷൻ സി ആൽഡോസ്റ്റിറോൺ. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ. ഓപ്ഷൻ എ കോവാക്സിൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണനിർവഹണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ സി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി. താഴെ പറയുന്നവയിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതികളിൽ പെടാത്ത കൃതി. ഓപ്ഷൻ സി തോട്ടിയുടെ മകൻ. സർവശിക്ഷ അഭിയാനുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി സർവശിക്ഷ അഭിയാൻ ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണെന്ന പ്രസ്താവന തെറ്റാണ്. പാഠ ആസൂത്രണത്തിലെ ഹെർബാർഷ്യൻ സമീപനത്തെക്കുറിച്ച് ഫെഡറിക് ഹെർബാർട്ട് തയ്യാറാക്കിയ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി പ്രോജക്റ്റ്. 2023 50 വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ മൃഗസംരക്ഷണ പദ്ധതി? ഓപ്ഷൻ സി പ്രൊജക്റ്റ് ടൈഗർ. തന്നിരിക്കുന്നവയിൽ മെരിസ്റ്റമിക് കോശങ്ങൾക്ക് മാത്രം യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി പ്രസ്താവന 1 3. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ഡി റൂദർഫോർഡ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ആസിഡുകൾക്ക് യോജിച്ചവ മാത്രം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 3 4. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം? ഉത്തരം ഓപ്ഷൻ ബി കൊച്ചി വിമാനത്താവളം. റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്?
ഉത്തരം ഓപ്ഷൻ എ. സർക്കാരുകൾക്കായി ചെയ്യുന്ന സേവനങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് പ്രതിഫലം സ്വീകരിക്കുന്നുണ്ട് എന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം. ഉത്തരം ഓപ്ഷൻ ഡി. 1912. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി. 1, 2, 3 പ്രസ്താവനകൾ തെറ്റാണ്. രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമേത്? ഉത്തരം ഓപ്ഷൻ സി. നാരങ്ങാഞ്ഞെക്കി. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ ഡി. E.C.G. സുദർശൻ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി. 42ാം ഭേദഗതി. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിച്ചത് ആര്? ഓപ്ഷൻ ബി. സുഭാഷ് ചന്ദ്രബോസ്. അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ചട്ടമ്പി സ്വാമികൾ. താഴെ പറയുന്നവയിൽ പക്വ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി. അനുതാപം. വാട്ട് ഡസ് ദ ഇഡിയം ഐവറി ടവർ മീൻ? ഓപ്ഷൻ ബി. പ്ലേസ് ഔട്ട് ഓഫ് ടച്ച് വിത്ത് റിയാലിറ്റി. പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ സി. വേഷ്യസ്. ദി വേർഡ് ക്യാറ്റോപ്ട്രോഫോബിയ മീൻസ്. ഓപ്ഷൻ ബി. ദ ഫിയർ ഓഫ് മിറേഴ്സ്. റൈറ്റ് പാസീവ് ഫോം. Have you seen a tiger? Option A. Has a tiger been seen by you? You dash be kidding. How is that possible? Option A. Must. Filling the blanks using correct article. She wanted dash unicorn shaped toy. Option B. A. The contestants dash performed quite well. Option D. Have. Which of the following is an abstract noun? Option B. Childhood. The school is a stone's throw from my house. A stone's throw means. Option A. A very short distance. Supply collective term. A dash of wools. Option D. Pack. ഇവയിൽ കാക്കയുടെ പര്യായമല്ലാത്തത് ഏത്? കാക്കയുടെ പര്യായമല്ലാത്ത വാക്ക്. ഓപ്ഷൻ ഡി. വിശ്വകേതു. ശരിയായ പദം തിരിച്ചറിയുക. ഓപ്ഷൻ എ. അസ്തമയം. പൂജക ബഹുവചനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. ഭാഗവതർ. സന്ധി നിർണയിക്കുക. 90. ഇതിലെ സന്ധി ഏതെന്ന് കണ്ടുപിടിക്കുക. ഉത്തരം ഓപ്ഷൻ ബി. ആദേശസന്ധി. പിരിച്ചെഴുതുക. അബ്ജം. അബ്ജം എന്ന വാക്ക് പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി. അബ് പ്ലസ് ജം.
ശരിയായ വാക്യമേത്? ഓപ്ഷൻ എ, മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ. ഓപ്ഷൻ സി, ഹൃദയരാഗങ്ങൾ. അമരം വിപരീത പദം കണ്ടെത്തുക. അമരം എന്ന വാക്കിൻ്റെ വിപരീത പദം. ഉത്തരം ഓപ്ഷൻ ബി, അണിയം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി, 3ഉം 4ഉം തെറ്റ്. ഈ വരികൾ ആരുടേതാണ്? കൊടുത്തിരിക്കുന്ന വരികൾ ആരുടേതാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി, ONV. ഒരാൾ ഒരു ബാങ്കിൽ 10,000 രൂപ നിക്ഷേപിക്കുന്നു. 8 വർഷങ്ങൾക്ക് ശേഷം ഇരട്ടിയായി തിരികെ ലഭിക്കുന്നു. ബാങ്കിലെ പലിശ നിരക്ക് എത്ര? ഓപ്ഷൻ ഡി, 12.5%. $2,220 ഭാഗം 3,247 മൈനസ് 3,227 എത്ര? ഓപ്ഷൻ ബി, 111. ഒരു കാർ 45 മിനിറ്റ് കൊണ്ട് 60 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. കാറിൻ്റെ വേഗം എത്ര? ഓപ്ഷൻ എ, 80 km/h. √4 പ്ലസ് √21 പ്ലസ് √5 പ്ലസ് √121 ഈസ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ എ, 3. ഒരു സംഖ്യയുടെ 25% 180 ആണ്. ആ സംഖ്യയുടെ 40% എത്രയാണ്? ഓപ്ഷൻ ഡി, 240. ABC ഒരു ത്രികോണമാണ്. AB, BC, AC എന്നിവയുടെ മധ്യബിന്ദുക്കളാണ് യഥാക്രമം P, Q, R ത്രികോണം. ABCയുടെ പരപ്പളവ് 64 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ത്രികോണം PQRൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ? ഉത്തരം ഓപ്ഷൻ ഡി, 16 ചതുരശ്ര സെൻറ്റിമീറ്റർ. 1 മുതൽ തുടർച്ചയായ കുറേ ഒറ്റസംഖ്യകളുടെ തുക 400 ആണ്. അവയിലെ വലിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ, 39. എട്ട്, 12, 16 മിനിറ്റ് സമയക്രമത്തിൽ അലാം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഇവ ഒരുമിച്ച് അലാം മുഴങ്ങുന്നത്? ഓപ്ഷൻ ഡി, 48 മിനിറ്റ്. ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയുടെ 4 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. പേനയ്ക്കും പുസ്തകത്തിനും കൂടി 43 രൂപ വിലയായെങ്കിൽ ഒരു പേനയുടെ വില എന്ത്? ഓപ്ഷൻ സി, 8. അഞ്ചു പേർ വഴിയിലൂടെ നടന്നു പോവുകയാണ്. പിയുടെ മുന്നിലായി എസും ക്യൂവിന് പിന്നിലായി ടിയും പിക്കും ക്യൂവിനും മധ്യത്തിലായി ആറും നടക്കുന്നു എങ്കിൽ ഏറ്റവും മധ്യത്തിലായി നടക്കുന്നത് ആര്? ഓപ്ഷൻ ബി, ആർ. 150 മീറ്റർ നീളമുള്ള ട്രെയിൻ 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു.
ഈ ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും? ഉത്തരം ഓപ്ഷൻ ഡി 14 സെക്കൻഡ്. 12:15 ഒരു ക്ലോക്കിലെ 2 സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? ഉത്തരം ഓപ്ഷൻ എ 82.5 ഡിഗ്രി. ദശാംശ രൂപത്തിലാക്കുക. 625 മില്ലിലിറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് ലിറ്റർ. ഉത്തരം ഓപ്ഷൻ സി 0.625 ലിറ്റർ. 3 ആളുകൾ ഒന്നിച്ച് ഒരു ജോലി 20 ദിവസങ്ങൾ കൊണ്ട് തീർക്കും. അതിൽ 2 ആളുകൾ ഒന്നിച്ച് അതേ ജോലി 25 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ മൂന്നാമത്തെ ആൾ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഓപ്ഷൻ സി 100. 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 6 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് എടുക്കും? ഓപ്ഷൻ എ 4 മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.